ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഒരു ലേറ്റസ്റ്റ് തമിഴ് റൊമാൻറ്റിക് മൂവിയായ ഡ്യൂഡ്. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോ ആയ അഗനെയാണ് കാണിക്കുന്നത്. അഗന് കോളേജിൽ പ്രണയിച്ച് അവന്റെ കാമുകി അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ അഗന്. എന്തിനാ ഇവന് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എന്തിനാ ഇവള് ബ്രേക്കപ്പ് ചെയ്തെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് മാത്രമായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മണ്ഡപത്തിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിന്റെ സൈഡിൽ നിന്നപ്പോ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിനോട് തന്നെ അവന് ചോദിക്കുകയാണ്, ഞാനൊന്ന് ഇവളോട് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ എന്ന്. അയാൾ കൂളായ ഒരാളായതുകൊണ്ട് തന്നെ അയാൾ പറയാണ്, ആ നിങ്ങൾ സംസാരിച്ചോന്ന്. അങ്ങനെ അവളെ വിളിച്ചിട്ട് അഗൻ പറയാണ്, നീ സന്തോഷായിട്ട് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് സന്തോഷായിട്ട് ജീവിച്ചോ, എന്നാല് എന്തിനാ എന്നെ നീ ഒഴിവാക്കിയിട്ട് പോയെന്നുള്ളതിന്റെ റീസൺ എനിക്ക് അറിയണമെന്ന്. അത് കേട്ടതും ഇവള് പറയാണ്, കല്യാണവും കൂടി ഫുഡും കഴിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതും തിന്ന് സന്തോഷായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, അല്ലാണ്ട് അതിനിടയിൽ റീസൺ ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവള് സ്റ്റേജിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ട് നോക്കുമ്പോ നമ്മുടെ അഗന് അവളെ തടുത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അറിയാണ്ട് പെട്ടെന്ന് അവളുടെ താലി അഴിഞ്ഞു പോവുകയാണ്. ഈ താലി അഴിഞ്ഞു പോയത് കണ്ടിട്ട് ആ മണ്ഡപത്തിലുള്ള എല്ലാരും കൂടെ അഗന്റെ നേരെ ഷൗട്ട് ചെയ്തിട്ട് വരികയാണ്. ഇത് കണ്ടിട്ട് അഗന് ഫുള്ളായിട്ട് ടെൻഷൻ ആവുകയാണ്. അവന് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അവസാനം അവര് പോലീസിൽ അറിയിക്കുകയാണ്. പോലീസ് വന്നിട്ട് നമ്മുടെ അഗനെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം നമ്മുടെ അഗനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സിനിമയുടെ ഹീറോയിൻ. അവളുടെ പേര് കൊരുൾ നേരുന്നു. അവള് നമ്മുടെ ഹീറോന്റെ മാമന്റെ മകളും കൂടിയായിരുന്നു. അങ്ങനെ അവള് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇൻസ്പെക്ടറിനോട് നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ അയാള് നമ്മുടെ കൊരുളിനെ കളിയാക്കാണ്, ഇവനെ കൂട്ടിയിട്ട് പോകാനാണോ നീ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ അവന്റെ മാമന്റെ മകളാ, അതുകൊണ്ട് അവനെ കൂട്ടാൻ വന്നേന്ന്. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയും, നീ ഒന്നും വന്നാ പറ്റൂല, ഇവന്റെ അച്ഛനോട് തന്നെ ഇങ്ങോട്ട് വരാൻ പറയാന്ന്. അപ്പൊ അവനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം പറയും, എന്നാ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നു. ഹീറോയിൻ പറയും, എന്റെ അച്ഛന് ഫുള്ള് ബിസിയാണ് ജോലിയിലൊക്കെ എന്ന് പറയും. അത് കേട്ട് ഈ പോലീസ് ഓഫീസർ ചോദിക്കും, എന്താ നിന്റെ അച്ഛന് കളക്ടർ ആണോ എന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ നമ്മുടെ ഹീറോയിൻ പറയും, ഇല്ല അച്ഛൻ മിനിസ്റ്റർ ആണെന്ന്. അത് കേട്ടതും ഈ ഇൻസ്പെക്ടർ ഷോക്ക് ആയിട്ട്, അയ്യോ മിനിസ്റ്ററിന്റെ മകളാണോ നീ, പെട്ടെന്ന് തന്നെ ഇവനെ കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ നമ്മുടെ ഹീറോയിന് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ഹീറോയിനും ചെറിയ പ്രായം തൊട്ട് തന്നെ ക്ലോസ് ആയിട്ട് ജീവിക്കുന്നുണ്ടായ ആൾക്കാരാണ്. ഇവരുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിച്ചാലും പരസ്പരം രണ്ടാൾക്കും അറിയും ചെയ്യായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയപ്പോ അവളുടെ അച്ഛന്റെ എൻട്രിയാണ് പിന്നീട് നമ്മുടെ മിനിസ്റ്റർ. നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മരിച്ചുപോയ പെങ്ങളോട് ഭയങ്കര ഇഷ്ടം കാരണം ആ പെങ്ങളുടെ പേര് തന്നെയാണ് നമ്മുടെ ഹീറോയിനും വെച്ചിട്ടുള്ളത്, കൊരളാരസ്. ചെറിയ വയസ്സ് തൊട്ട് തന്നെ ഇയാളുടെ തങ്കച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ജീവനായിരുന്നു. എന്നാൽ അവള് 18-ാം വയസ്സിൽ തന്നെ കിണറ്റിൽ വീണ്ടും മരിച്ചു പോവാണ് ഉണ്ടായത്. നമ്മുടെ ഹീറോ മിനിസ്റ്ററിന്റെ വേറൊരു പെങ്ങളുടെ മകനാണ്. നമ്മുടെ മിനിസ്റ്ററിന്റെ ക്യാരക്ടർ തന്നെ ഒരു ഫണ്ണി ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനോട് ഭയങ്കര കോമഡി ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്താ മാപ്പിള നീ പോയിട്ട് മണ്ഡപത്തിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് വരികയാണോ എന്നൊക്കെ ചോദിച്ച് ഇവനെ ഇങ്ങനെ കളിയാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തൂത്തുക്കുടിയിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ള മക്രോണി കൊടുത്തുവിടാണ്. ഇവന്റെ അമ്മക്ക് മക്രോണി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഹീറോന്റെ അമ്മയും ഇയാളുമായിട്ട് മിണ്ടില്ല. ഇവര് ചെറിയ വയസ്സിൽ തൊട്ടേ എന്തോ ഒരു കാര്യത്തിൽ തെറ്റിയതാണ്. ഇപ്പൊ 20 വർഷമായി ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടു. മക്രോണിയൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ നിന്ന് ഹീറോ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്നതും അവന്റെ അമ്മ ഇവനെ കണ്ടിട്ട് ചീത്ത പറയാണ്, എപ്പോഴും ഇങ്ങനെ അടിയും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് നടന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവന് സ്നേഹത്തില് ഇവന്റെ മാമൻ തന്നിട്ടുണ്ടായ മക്രോണി ഉണ്ടല്ലോ അത് എടുത്തു കൊടുക്കുമോ. അത് കണ്ടതേ നമ്മുടെ ഹീറോയിന്റെ അമ്മയ്ക്ക് ഡൗട്ട് അടിക്കും. കാരണം എനിക്ക് മക്രോണി ഇഷ്ടമാണ്, ഞാൻ ഇതുവരെ ഇവനോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവനിക്കിത് മനസ്സിലായെന്ന്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിന്റെ അമ്മക്ക് മനസ്സിലാവും ഇത് അവളുടെ ആങ്ങളെ കൊടുത്തു വിട്ടതായിരിക്കുന്നു. എനിക്കൊന്നും വേണ്ട, നിന്റെ മാമൻ തന്നുവിട്ട മക്രോണി എന്ന് പറഞ്ഞിട്ട് ഇവള് അതെടുത്തിട്ട് എറിയും ചെയ്യും. അടുത്ത സീനിൽ നമ്മുടെ ഹീറോന്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ ഹീറോ പിക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പൊ ഇവനിങ്ങനെ ചോദിക്കും, നിന്നോട് ആരെടാ മണ്ഡപത്തിലൊക്കെ പോവാൻ പറഞ്ഞത്, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, പ്രാന്താണോ എന്നൊക്കെ
ചോദിച്ചിട്ട് പറയും ആ ഡാഷ് മോളെ കാര്യത്തിൽ നീ എന്തിനാ പിന്നെയും പോയെന്ന്. അപ്പോൾ ഈ ഡാഷ് മോളെ എന്ന് കേട്ടതും അവൻ എന്താക്കുക, ഒരു നടു റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഇവന്റെ കൂട്ടുകാരനോട് അടി ഉണ്ടാക്കാൻ വേണ്ടി പോകും. നീ ഡാഷ് എന്ന് ഉദ്ദേശിച്ചല്ലോ, അതെന്താ നീ ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പം അറിയണം. അവള് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ്, പക്ഷെ എന്നാലും നീ ഇങ്ങനെ ഇത്തരത്തിലൊരു വേർഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നടു റോഡിൽ ഇങ്ങനെ അടികൂടി കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു ട്രാഫിക് ജാം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ ബ്ലോക്കിൽപ്പെട്ട ഒരാൾ വന്നിട്ട് കാറിന്ന് ഈ ഹീറോനോട് ഷൗട്ട് ചെയ്യും, അടി കൂടണമെങ്കിൽ നടു റോഡിൽ നിന്ന് പോയിട്ട് വല്ല ഗ്രൗണ്ടിലും പോയിട്ട് അടി കൂടാന്നൊക്കെ അയാൾ പറയും. അപ്പൊ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക് എടുത്തിട്ട് പോയിട്ട് ഇയാളോട് ചീത്ത പറയും. എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് എപ്പോഴാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഇന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ അയാളോട് പറയും ഹാപ്പി ആനിവേഴ്സറി. ശരിക്കും ഇതൊരു പ്രാങ്ക് ആയിട്ടുള്ള സർപ്രൈസ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു അയാളുടെ വൈഫ് ഓർഡർ ചെയ്ത്. നമ്മളെ ഹീറോന്റെ പണി തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി നടത്തി പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആ നട റോഡിൽ വെച്ചിട്ട് തന്നെ അവരുടെ ആനിവേഴ്സറി ഇവര് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നടത്തി കൊടുക്കും. എന്നിട്ട് ഇയാളുടെ വൈഫ് ഇയാളോട് പറയും ഇനി ഒരിക്കലും നിങ്ങൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് മറക്കില്ല, നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് ആണ് ഇത് എന്നൊക്കെ. പിന്നീട് അങ്ങോട്ട് മൊത്തം നമ്മുടെ ഹീറോ ഇങ്ങനെ കൊടുക്കുന്ന ഓരോ സർപ്രൈസുകളാണ് കാണിക്കുന്നത്. ഇവന്റെ കമ്പനിയിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ബർത്ത്ഡേയും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന തന്നെയായിരുന്നു ഇവന്റെ തൊഴില്. ഇവനൊരു ഓൺട്രപ്രണർ ആയിരുന്നു. അടുത്തായിട്ട് ഫുൾ ഒരു പാട്ടിലാണ് ഈ സീനൊക്കെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ പാട്ടിന്റെ ലാസ്റ്റില് വേറൊരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായി. ഇവര് മെട്രോയില് വേറെ ആർക്കോ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ഹീറോ ഇങ്ങനെ ആളെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ പറയും. ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആ സർപ്രൈസ് വേറെ ആർക്കും ആയിരുന്നില്ല, നമ്മുടെ ഹീറോയ്ക്കുള്ള സർപ്രൈസ് ആയിരുന്നു. അത് അഗന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആയിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അഗനെ മാരേജ് ചെയ്യണമെന്നുണ്ടായി. അവൾ ചെറിയ പ്രായം തൊട്ട് തന്നെ അഗനെ സ്നേഹിക്കുന്നുണ്ടായി. അതുകൊണ്ട് അയാൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസൽ ആയിരുന്നു ആ പാർട്ടി. അവിടെ ഫുള്ള് ആ മെട്രോനുള്ളൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് നല്ലൊരു സർപ്രൈസ് പ്രൊപ്പോസൽ തന്നെയായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ നമ്മുടെ കൊരുള് അഗനെ പ്രൊപ്പോസ് ചെയ്തപ്പോൾ അഗനും അതിന് യെസ് പറഞ്ഞു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കും. ആ ടൈമിൽ നമ്മുടെ കൊരുള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാകും. എന്നിട്ട് ഇവനോട് ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ അഗന് അത്ര ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ അവരൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് കൊരുളിനോട് അഗൻ പറയും എനിക്ക് നിന്നോട് ഒരിക്കലും അങ്ങനെ ഒരു ഫീലിങ്സ് വന്നിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്താൽ നീ എൻ്റെ ഫ്രണ്ടാണെന്ന്. ഇപ്പൊ പെട്ടെന്ന് അതെനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മെട്രോയിൽ വെച്ചിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം തുറന്നു പറയാത്തത്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ഐ ഹാവ് സീറോ ഫീലിങ്സ് ഫോർ യു എന്നൊക്കെ പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കൊരുള് ഫുള്ളായിട്ട് സങ്കടത്തിലാവട്ടോ. എന്നിട്ട് അവൾ അതിനൊന്നും തിരിച്ചു പറയാണ്ട് നേരെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് ഇവനോട് അവിടെ നിൽക്കുമ്പോൾ ഇവൾ ഒരു വട്ടം കൂടെ ചോദിക്കും നീ എന്നെ പ്രാങ്ക് ചെയ്യുന്നതല്ലോ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതിന് സങ്കടം വരും. എന്നിട്ടും ഈ അഗൻ പറയും ഇല്ല, എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ലാന്ന്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് കൊരുള് അവളുടെ വീട്ടിലേക്ക് പോവും, ഹീറോ അവന്റെ വീട്ടിലേക്ക് പോവും. ഇതിനുശേഷം കൊരുള് ഫുള്ളായിട്ട് ഡിപ്രഷനിലേക്ക് പോകട്ടോ. അങ്ങനെ അവള് ഫുള്ള് സങ്കടത്തിൽ കുറേ കരയൊക്കെ ചെയ്യും. അങ്ങനെ കരഞ്ഞ് പിന്നെ അവൾ പറയും ഇനി ഞാൻ ഒരിക്കലും നിന്റെ കമ്പനിയിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അവൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് രാത്രി ഇങ്ങനെ സംസാരിച്ചപ്പോൾ കൊരുള് ഇവൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പറയും നിനക്ക് സിഗരറ്റ് വലിക്കണം തോന്നുമ്പോൾ നീ ചോക്ലേറ്റ് കഴിച്ചോ എന്നിട്ട് ഒരു ചോക്ലേറ്റ് ഇവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ അഗൻ പിന്നീട് ഇങ്ങനെ സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന ടൈമിലൊക്കെ ചോക്ലേറ്റ് തിന്നുകയായിരിക്കും. അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവനെ ചീത്ത പറയാണ്, നല്ലൊരു പെണ്ണായിരുന്നു, നീ എന്തിനാ അവളുടെ ലവ് വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ ചെയ്തതാണ് ശരിയെന്നും പറഞ്ഞിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായത്. അങ്ങനെ അവന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം അവന് കൊരുളിനെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് അഗന് മനസ്സിലായത് അവന് കൊരുളിനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം. എന്നാലും ഫ്രണ്ട് ആയിട്ടുള്ള ആളെ ഒരിക്കലും പാർട്ട്ണർ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് നമ്മുടെ ഹീറോയിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഒരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തിട്ട് ആ ബൈക്കിലുണ്ടായ ആളും ഇവനും കൂടെ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ ഉള്ളിൽ നിൽക്കും. ആ ടൈമിൽ ഒരു ഗേൾ വന്നിട്ട് ആ കൂടെ ഉണ്ടായ ആൾക്ക് ആ മഴക്കോട്ട് കൊണ്ട് കൊടുത്തിട്ട് പറയും നീ മഴ നനയേണ്ട, പനി വരുന്നൊക്കെ പറയും. ഇത് കണ്ടപ്പോൾ അയാൾ ചോദിക്കും എന്താ ഇത് ആരാ നിന്റെ എന്ന് ചോദിക്കും. അപ്പൊ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും, പറയും ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ പാർട്ട്ണറാണ്. ഇത് കേട്ടപ്പോൾ അഗന് മനസ്സിലാവും ഫ്രണ്ടിന് പാർട്ട്ണർ ആവാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ വല്ലാണ്ട് മിസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവള് പറഞ്ഞിട്ടുണ്ടായല്ലോ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ ചോക്ലേറ്റ് തിന്നാന്. പയ്യെ ഇവന് സിഗരറ്റ് വലി നിർത്തിയിട്ട് ചോക്ലേറ്റ് മാത്രം തിന്നാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ ഹീറോയും ഹീറോയിന്റെ ഫ്രണ്ടും കൂടെ
ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഫുള്ള് നായ്ക്കൾ വന്നിട്ട് ഇവരെ ചുറ്റിലും വിടും. അങ്ങനെ ആ പട്ടികൾ ഇവരെ കടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഈ ബൈക്കിന്റെ പുറകെ തന്നെ ഇവരെ വിടാണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവരുടെ കാലിലൊക്കെ കടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ആ ആക്സിഡന്റിൽ നമ്മുടെ ഹീറോ തെറിച്ചു പോയിട്ട് ഒരു സ്ഥലത്ത് ബോധമില്ലാണ്ട് കിടക്കും. ആ ഒരു 10 മിനിറ്റില് നമ്മുടെ ഹീറോന്റെ കണ്ണിനുള്ളിൽ ആദ്യം വരുന്നത് നമ്മുടെ കൊരുളിന്റെ മുഖമായിരുന്നു. അതും കൂടെ അങ്ങനെ നമ്മുടെ ഹീറോനെ അവന്റെ ഫ്രണ്ട് വന്നിട്ട് വിളിച്ചുണർത്തുമ്പോൾ പറയും ഞാൻ കൊരുളിനെ ലവ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുക അവന്റെ ഉള്ളിൽ എത്രമാത്രം കൊരുളുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അഗൻ തിരിച്ചറിയും കൊരുളിനെ തന്നെയാണ് അവന്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ള കാര്യം. അതെല്ലാം അവന്റെ ഫ്രണ്ടിനോട് അഗൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നേരെ പോയിട്ട് അവന്റെ മാമനോട് പറയാൻ തീരുമാനിച്ചിട്ട് അഗൻ മാമന്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ പറയും എന്റെ മകളെ റിജക്ട് ചെയ്ത ആളെ എനിക്ക് കാണണ്ടാന്ന്. അപ്പോൾ ഇവൻ പറയും മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ വന്നേ, നിങ്ങൾക്ക് വേണ്ടേ വേണ്ടാണ്ട് ഇവനിങ്ങനെ തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ അയ്യോ നീ എന്റെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കും സന്തോഷം വന്നിട്ട് ഈ ഒരു വാർത്തയ്ക്ക് വേണ്ട ഞങ്ങൾ കാത്തിരുന്നേന്ന് പറഞ്ഞിട്ട് അയാൾ സന്തോഷത്തില് ഇവരെ കല്യാണം ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അയാൾ കൊരുളിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവളും സമ്മതം കൊടുക്കും. പിന്നീട് അങ്ങോട്ട് ഇവരുടെ കല്യാണത്തിന്റെ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ മാമൻ ചോദിക്കും നിന്റെ അമ്മ സമ്മതിക്കോ കൊരുളിനെ കല്യാണം കഴിക്കാൻ, കാരണം അവൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ പിറ്റത്തെ ദിവസം തന്നെ നമ്മുടെ അഗൻ പോയിട്ട് അവന്റെ അമ്മേനോട് ഈ കാര്യം പറയും. ആദ്യമൊന്നും പറയാണ്ട് ഇവന് അമ്മേനെ സോപ്പിട്ടായിരിക്കും പറയുക. അങ്ങനെ ഈ കാര്യം കേട്ടതും അവന്റെ അമ്മക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കൊരുളിന്റെ അച്ഛനോട് ഇവൾക്ക് ദേഷ്യം ഉണ്ടെങ്കിലും കൊരുളിനെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിന് അഗന്റെ അമ്മയും താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കും. അങ്ങനെ പിന്നീടുള്ള സീനിൽ ഫുള്ള് ഇവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. കൊരുൾ എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇവന് ഇവിടെ ഫുള്ള് ഇവരുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ ഓരോന്ന് നടക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മുടെ ഹീറോ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ആ മണ്ഡപത്തിൽ പോയിട്ട് ഇവനെ പോലീസൊക്കെ പൊക്കിയെ അവളെ കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് പോയിട്ടോ. അങ്ങനെ പോയപ്പോ തന്നെ ഇവനെ കണ്ടപാടനെ അവള് ഇവനോട് ഷൗട്ട് ചെയ്യോ. അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്നിട്ട് വിളിച്ചുള്ളിൽ ഇരുത്തിയിട്ട് ഇവള് കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കല്യാണമൊക്കെ ക്ഷണിച്ചിട്ട് അന്നുണ്ടായ ഇൻസിഡന്റിൽ ഇവളോട് സോറിയൊക്കെ പറഞ്ഞിട്ട് വരും. ഇതിനൊക്കെ ശേഷം ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും തമ്മിലുള്ള കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കൊരുള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ദിവസം നമ്മുടെ അഗൻ കൊരുളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ മാറ്റി ചെത്തിൽ പോവൂട്ടോ. ഇവർക്ക് എന്തോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കൈമാറുന്ന ചടങ്ങുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. ആ പോകുന്ന ടൈമില് കൊരുളിനെ മീറ്റ് ചെയ്തപ്പോഴാണ് വേറൊരു സർപ്രൈസ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായത്. ആ സർപ്രൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയും ഹീറോയിനും അന്ന് ആ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പൊ 6 മാസത്തോളായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ബാംഗ്ലൂരിൽ പോയത് ശേഷം ഈ ഒരു ബ്രേക്കപ്പിൽ നിന്നും അവളെ മുന്നോട്ട് വരാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തെങ്കിലും നടന്നില്ല. അപ്പോഴാണ് അവളുടെ കൂടെ പഠിക്കുന്നുണ്ടായ വേറൊരാളുമായിട്ട് ഇവള് റിലേഷൻഷിപ്പിലായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവള് അഗനോട് പറയുമ്പോൾ അഗനെ പറയും നിനക്ക് ആരെയാണ് ഇഷ്ടം അയാളുടെ കൂടെ തന്നെ നീ ജീവിക്കണം, അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഒന്നും നീ നോക്കാൻ പാടില്ല എന്ന്. അതിന് കൊരുള് മറുപടി പറയും എനിക്ക് ആരെയാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ചെറിയ പ്രായത്തിലോട്ടേ സ്നേഹിച്ചതാ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുമല്ല പക്ഷെ ഞാനിപ്പോ ഇവനുമായിട്ട് വലിയ റിലേഷൻഷിപ്പിലാണ്, ഇവനെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മുടെ അഗൻ അവളോട് ചോദിക്കും ഒരു ദിവസം പെട്ടെന്ന് ഞാൻ മരിച്ചു പോലെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവൾ അവന്റെ വായ് പൊത്തിപ്പിടിക്കും. എന്നിട്ട് എന്നെ ചോദിക്കും നിന്റെ മറ്റേ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ മരിച്ചു എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇവൾ അവനെ അടിക്കും. അപ്പോൾ പറയും അപ്പോൾ നിനക്ക് റിയൽ ആയിട്ട് ഇഷ്ടം അവനെയാണ്, അതുകൊണ്ട് നീ അവനെ തന്നെ മാരേജ് ചെയ്യണമെന്ന്. എന്നിട്ട് ഹീറോ തന്നെ പറയും പാരിന്നായിരുന്നു കേട്ടോ അയാളുടെ പേര്, പാരീനെ തന്നെയാണ് നീ കല്യാണം കഴിക്കേണ്ടതെന്ന്. അത് കേട്ടിട്ട് ഇവള് ചോദിക്കും ഫസ്റ്റ് ഞാൻ പ്രൊപ്പോസ് ചെയ്തപ്പോൾ നിനക്ക് എന്റെ പേരിൽ ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ, പക്ഷെ ഇപ്പൊ നിനക്ക് ഫീലിങ്സ് വന്നതുകൊണ്ടല്ലേ നീ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്, അപ്പൊ ഞാൻ റിജക്ട് ചെയ്യുമ്പോൾ നിനക്ക് സങ്കടാവില്ലേ എന്ന് അഗനോട് ചോദിക്കുമ്പോൾ അവൻ പറയും എന്തിന്, എനിക്ക് ഇപ്പോഴും നിന്നോട് ഒരു ഫീലിങ്സ് വന്നിട്ടില്ല, നിന്റെ അച്ഛന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേം കൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് വെറുതെ ഒരു ഫേക്ക് സ്റ്റോറി ഇവൻ ഇറക്കി വിടും. ഇത് കേട്ടിട്ട് ഹീറോയിനും സന്തോഷമാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിക്ക് ഇപ്പോഴും ഇവളെ ഇഷ്ടമൊന്നും ഇല്ലാലോ എന്നുള്ള സമാധാനത്തിൽ അവള് പാരീനെ തന്നെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ പറയും ഈ കാര്യം പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛനോട് പോയിട്ട് പറയും. അപ്പോൾ ഇവള് പറയും എനിക്ക് ധൈര്യം ഇല്ല അച്ഛനോട് പറയാൻ, നീ എൻ്റെ കൂടെ വാ, നീ എൻ്റെ ധൈര്യം, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരിക്കലും പേടി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇവനെന്താക്കും വീഡിയോ കോളിൽ ഇവർ രണ്ടാളെയും കണക്ട് ചെയ്തിട്ട് പറയും ഇപ്പോൾ ഞാൻ അടുത്തുള്ള പോലെ തന്നെ ഇല്ല, നീ പോയിട്ട് അച്ഛനോട് സംസാരിക്കുന്നേ. അങ്ങനെ പോകുന്ന ടൈമിൽ അച്ഛന് അവൻ്റെ മരിച്ചുപോയ പെങ്ങളുണ്ടല്ലോ കുരുളരസി അവളുടെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾ ഈ ഫോണ് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. അച്ഛാ എനിക്ക്
അഗനെയല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം, വേറൊരാളായിട്ട് ഞാൻ ഇഷ്ടത്തിലാന്ന് പറഞ്ഞിട്ട് പാരീന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും അതിനെന്താ മോളെ, നിനക്ക് അഗനെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പാരിയായിട്ടുള്ള കല്യാണം നടത്താന്ന് സമ്മതിക്കും. എന്നിട്ട് പാരീന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കും കേട്ടോ. അങ്ങനെ അവസാനം ഇങ്ങനെ ചോദിക്കും അവന്റെ ജാതി ഏതാന്ന്. ജാതി ചോദിക്കുമ്പോൾ അവൾ പറയും ഞങ്ങളുടെ ജാതിയല്ലാന്ന്. അത് കേട്ടതും ഇയാളുടെ ഇത്രയും കാലം അയാൾ ഒരു ഫണ്ണി ക്യാരക്ടർ ആയിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ അയാളുടെ ക്യാരക്ടറൊക്കെ ഫുള്ളായിട്ട് മാറുകയാണ്. അയാൾ ഭയങ്കര റൂഡായിട്ട് പറയും എന്നാൽ നീ അയാളെ മറന്നേക്ക്, നാളെ നിനക്ക് അഗനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ആണ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാനില്ലാന്ന്. അപ്പൊ ഇവള് പറയും ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഇപ്പൊ നിങ്ങൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ കല്യാണത്തിന് എല്ലാവരുടെയും മുമ്പിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ നാണം കെടുത്തിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇയാൾ പറയും അതിന് നീ ജീവനോടുണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും പറഞ്ഞിട്ട് ഇവളുടെ നേരെ ഒരു തോക്ക് എടുത്തിട്ട് അയാൾ പറയും നിനക്കറിയോ എന്റെ ഈ പെങ്ങളുണ്ടല്ലോ അവള് മരിച്ചു പോയതിന്റെ കാരണം എന്താന്ന് എനിക്കറിയോ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പെങ്ങൾക്ക് പണ്ട് വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇയാളോട് പറഞ്ഞപ്പോൾ അയാൾ അതിന് സമ്മതിക്കാണ്ട് അവളെ കിണറ്റിൽ തള്ളിയിട്ടിട്ട് ഇയാൾ തന്നെ കൊന്നതാണ്. ആ കൊന്നത് കണ്ടിട്ടാണ് ഇപ്പോ നമ്മുടെ അഗന്റെ അമ്മയില്ലേ അവള് അത് കണ്ടതുകൊണ്ടാണ് ഇതുവരെയായിട്ടും ഇയാളോട് അവള് മിണ്ടാതെ നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയും എന്നെ പെങ്ങളെ കൊന്നതുപോലെ നിന്നെ കൊല്ലാനും എനിക്കൊരു പേടിയുമില്ല, അവളുടെ പ്രേതം എന്നെ വന്ന് ശല്യപ്പെടുത്തുന്ന സ്വാമി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ അവളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ആരാധിക്കുന്നത്. അഥവാ ഞാൻ നിന്നെ കൊന്നാലും നിന്റെ നീ പ്രേതമായിട്ട് വന്നിട്ട് എന്നെ ശല്യം ചെയ്യില്ലാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ തോക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇവളെ ചൂണ്ടി നിൽക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കോളിൽ നിന്നിട്ട് നമ്മുടെ അഗൻ കാണുന്നുണ്ടായി. അങ്ങനെ അഗൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയും അങ്കിൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാങ്ക് തന്നതാണ്, അല്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വേഗം വിഷയം മാറ്റും. അപ്പോൾ അയാളും പറയും ഓ നിങ്ങളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണോ, ആ അങ്കിൾ അതാ ഫോൺ നോക്കൂ അതിൽ വീഡിയോ റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പെട്ടെന്ന് അയാളെ വിഷയം മാറ്റിയിട്ട് ഇവർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ അയാളും പ്രാങ്ക് ആണെങ്കിൽ ഓക്കെ ഞാനും പറഞ്ഞത് പ്രാങ്കാ, എന്തായാലും നിങ്ങളുടെ വീഡിയോക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഉറപ്പാണ് ഇത്രയും പ്രാങ്കിൻ്റെ ഒരു ഇത് കമ്പനി തന്നെ നടന്ന് നിങ്ങളെ എന്തായാലും എനിക്കും പ്രാങ്ക് തരുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളും വിഷയം മാറ്റും. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഗൻ കൊരുളും പിന്നെ ഫുള്ള് ടെൻഷനിലാവും. എന്ത് ചെയ്താലും ഈ അച്ഛൻ ഒരിക്കലും ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് കൊരുളിന് മനസ്സിലാകും. അങ്ങനെ അടുത്ത സീനിൽ തന്നെ ഇവരുടെ വെഡിങ്ങിന്റെ റിസപ്ഷൻ ആണ് കാണിക്കുന്നത്. ആ റിസപ്ഷനിൽ ഇയാൾക്ക് ബന്ധമുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ റിസപ്ഷനിലേക്ക് നമ്മുടെ കൊരുള് ലവ് ചെയ്യുന്ന പാരി ഉണ്ടല്ലോ അവൻ വരും. പാരി വന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊരുളിനെ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാനായിരുന്നു. ഇവർ രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനുള്ള ശ്രമത്തിലായിരുന്നു വന്നത്. അങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോ നമ്മുടെ അഗൻ പറയും നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന്, ഇവളുടെ അച്ഛനൊരു മിനിസ്റ്റർ ആണ്, ഇയാൾക്ക് കുറെ പിടിപാടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ പറയും അതിനും വലിയ പിടിപാടുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ കർണാടക സ്റ്റേറ്റിന്റെ മിനിസ്റ്ററിന്റെ ആളുണ്ട് വലത് കൈ, അയാളോട് ഞാൻ സംസാരിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, അയാൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. അങ്ങനെ ഇവർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വണ്ടിയിൽ വന്ന് ഇറങ്ങും. അത് വേറെ ആരും വരുന്നില്ല, ഈ പാരി പറഞ്ഞിട്ടുണ്ടായ കർണാടകന്റെ സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു. അയാൾ വന്നിട്ട് അയാളോട് സംസാരിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് ഇവരെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ കർണാടകന്റെ മിനിസ്റ്റർ പറയും എന്റെ വലം കൈയും ഇടത് കൈയും ഒക്കെ ഇയാളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ എല്ലാം നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണെന്നൊക്കെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ പാരിക്ക് മനസ്സിലാവും എത്രമാത്രം പിടിപാടുള്ള ഒരാളാണ് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ എന്നുള്ള കാര്യം. അതുമാത്രമല്ല അവിടെ ഈ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ഓരോരോ മിനിസ്റ്റർമാര് ഇവളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിച്ചോടി പോവാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ ഉറപ്പായി. ഇന്ത്യയിൽ ഇനി ഏത് സ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിലോ ഇവരുടെ ആധാർ വെച്ചിട്ട് എങ്ങനെയായാലും കണ്ടുപിടിക്കുന്ന കാര്യം മകൻ ഇവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോണിൽ പോയിട്ട് സെറ്റ് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയും. അപ്പോ പാരി പറയും എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതും കൂടെ അറിഞ്ഞപ്പോ ഇനി വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഇനി എന്താ ചെയ്യാന്ന്. അപ്പോ പാരി തന്നെ വന്നിട്ട് അഗനോട് പറയും അണ്ണാ ഇനി വേറൊരു വഴിയുമില്ല, ഇപ്പൊ നിങ്ങൾ തന്നെ എന്ത് ഈ കൊരുളിന്റെ കഴുത്തിൽ താലി കെട്ട് ഒരു ഫേക്ക് മാരേജ് പോലെ എനിക്ക് പാസ്പോർട്ടൊക്കെ ആയിട്ട് 2-3 മാസം കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് ഇവളെയും കൂട്ടിയിട്ട് ഫോറിനിലേക്ക് പോയിക്കോളാന്ന്. ഇത് കേട്ടതും മകന് ദേഷ്യം വന്നിട്ട് പറയും എന്നെ കൊണ്ട് ഇത്തരത്തില് ചീപ്പായ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവന് ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മിനിസ്റ്റർ വന്നിട്ട് മാപ്പിള നീ എങ്ങോട്ടാ പോന്നേന്ന് ചോദിക്കുമ്പോ ഞാനും ഒന്ന് സിഗരറ്റ് വലിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവന് പോകും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ പിന്നെ കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സഹിക്കുന്നുണ്ടായില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മുടെ
കൊരുള് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അകനായിരുന്നു അവളെ സമാധാനിപ്പിക്കാനുണ്ടായിരുന്നത്. ചെറിയ പ്രായത്തിൽ നമ്മുടെ കൊരുളിന്റെ കാത് കുത്തിയപ്പോ അവള് വല്ലാണ്ട് കരഞ്ഞപ്പോ നമ്മുടെ അകനായിരുന്നു അവളുടെ കരച്ചിൽ മാറ്റിയതും അവളുടെ കൂടെ നിന്നിട്ട് അവളെ സമാധാനിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ആ സ്റ്റേജിൽ കരഞ്ഞും കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റാണ്ട് എന്തായാലും സാരില്ല, അവന്റെ ഉള്ളിലുള്ള ഇമോഷനും ലവും ഒക്കെ മറച്ചു വെച്ചിട്ട് അവര് പറയുന്നത് പോലെ തന്നെ ഒരു ഫേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അകൻ തയ്യാറാവുകയാണ്. പക്ഷെ ഹീറോ സ്റ്റേജിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവന്റെ ഫ്രണ്ട് വന്നിട്ട് എന്തിനാ അവരെ നീ ഇങ്ങനെ സഹായിക്കുന്നത്, അവരെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയുമ്പോ ഇവൻ പറയും ഇല്ല മച്ചാ, ഞാന് അവളെ വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ടായി, അതുകൊണ്ട് അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കേണ്ടത് എന്റെ ലക്ഷ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ സ്റ്റേജിലേക്ക് പോയിട്ട് അവളെ കല്യാണം കഴിക്കാന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കും. അങ്ങനെ അടുത്ത സീനില് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയും ഹീറോയിന്റെയും കല്യാണമാണ് കാണിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഫേക്ക് കല്യാണം ഇവിടെ കഴിയാണ്. ഈ ഫേക്ക് കല്യാണത്തിന് ശേഷം ഇവർ രണ്ടാളും പിന്നെ അങ്ങോട്ട് ഒരു ജീവിതം തന്നെ നയിക്കുകയാണ്. എന്നാലും അതിനിടയിൽ നമ്മുടെ ഹീറോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ കൊരുളിന്റെ അച്ഛൻ അറിയില്ലായിരുന്നു. അയാള് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫ്ലാറ്റ് തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തിട്ട് ഇയാള് പറയോ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല 10 മാസത്തിനുള്ളിൽ എനിക്ക് ഒരു നല്ലൊരു പേരക്കുട്ടീനെ നിങ്ങൾ പ്രസവിച്ചു തരണം, ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് എന്നൊക്കെ ഇയാള് ഇവരോട് പറയോ. അടുത്ത സീനില് നമ്മുടെ ഹീറോയിന്റെ ലവർ ഉണ്ടല്ലോ പാരി, അവന് പാസ്പോർട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവരെ ഫോറിലേക്ക് അയക്കാന്ന് വെച്ച് നോക്കുമ്പോ പക്ഷേ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടുണ്ടെങ്കിൽ അധിക കാലമൊന്നും ഫോറിൽ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വർക്ക് വിസയിൽ പോയാലേ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇവർ രണ്ടുപേരെയും കാനഡയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോന്റെ എക്സ് ലവർ ഉണ്ടല്ലോ, അവള് ഇപ്പോ കാനഡയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവള് ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ട ജോലിയും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായി നമ്മുടെ ഹീറോ. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു 3 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഈ 3 മാസത്തിന് ശേഷം ഈ കാനഡിയൻ വിസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് പോകുമ്പോഴാണ് പുതിയൊരു സർപ്രൈസ് അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായത്. നമ്മുടെ ഹീറോയിന്റെ വിസ റിജക്റ്റ് ആവുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ഈ കാര്യം മെഡിക്കൽ ചെക്കപ്പിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവരാണ് ഇത് കണ്ടുപിടിച്ചത്. ഹീറോയിൻ പ്രഗ്നന്റ് ആയുള്ള കാര്യം അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഈ വിസ റിജക്റ്റ് ആയ കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ അഗന് ഫുള്ള് ദേഷ്യത്തിലാണ്. ഈ പ്രഗ്നൻസിനെ പറ്റിയിട്ട് നമ്മുടെ അഗൻ കൊരുളിനോട് ചോദിക്കും നിങ്ങൾ ബാംഗ്ലൂരിൽ ഇതിനു വേണ്ടിയിട്ടാണോ പോയെന്ന്. അപ്പൊ പറയും ഇല്ല, ഇതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരുന്നു. എന്നിട്ട് ഇവൻ ചോദിക്കും ആക്സിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ കാറും ബസ്സും ഒക്കെ കൂട്ടിയിടിക്കുന്നതാണ്, അല്ലാണ്ട് ഇതിന്റെ പേര് ആക്സിഡന്റ് എന്നല്ലാന്ന്. എന്നിട്ട് ഇവൻ പറയും എന്തായാലും സാരില്ല, ഇനിയിപ്പോ ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ട് നമുക്കിത് അബോർഷൻ ചെയ്യാം. അത് കേട്ടിട്ട് കൊരുളു പറയും അയ്യോ അബോർഷൻ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇപ്പൊ തന്നെ ഒരു മദർലി ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവൻ പറയും മദർലി ഫീലിംഗ് ഒന്നും വരാനുള്ള സമയം ഇതല്ല, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതും പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവും അബോർഷൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ലേഡി ഡോക്ടർ നമ്മുടെ ഹീറോയിനെ ചെക്ക് ചെയ്തിട്ട് പറയും ഇപ്പോ അബോർഷന് ഒട്ടും പറ്റൂല, കാരണം ഇവളുടെ ശരീരം ഫുള്ള് വീക്കാണ്. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾ അബോർഷൻ ചെയ്താലും ഇതിന് ശേഷം ഇനി പിന്നെയും പ്രഗ്നന്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ടതും ഹീറോയിൻ ഫുൾ ആയിട്ട് ഇമോഷണൽ ആവാണ്. അവൾ ഇമോഷണൽ ആയിട്ട് കണ്ടതും നമ്മുടെ ഹീറോ അത് സഹിക്കാൻ പറ്റാണ്ട് പറയാണ് സാരില്ല, നമുക്ക് അബോർഷൻ ചെയ്യണ്ട, നീ എന്ത് ചെയ്തോ ഈ കുട്ടീനെ പ്രസവിച്ചോ, അഥവാ നിന്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കുട്ടിയാന്ന് നമുക്ക് പറയാന്നും പറയൂ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ഇവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവളുടെ അച്ഛനോട് പറയാണ്. ആ കാര്യം അറിഞ്ഞപ്പോ തന്നെ അയാള് എന്തോ ഒരു ഉത്സവം പോലെ അത് ആഘോഷിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഹീറോനെ ഇയാൾ അഭിനന്ദിക്കുകയാണ്. അപ്പൊ പറയും എന്താ മാമ ഞാനല്ല ഇതിന് കാരണം. അപ്പൊ ഇവള് അതിശയത്തിൽ ചോദിക്കും എന്താ നീ അല്ലാന്നോ, അല്ല അവളും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന് പെട്ടെന്ന് വിഷയം മാറ്റിയ. അങ്ങനെ നമ്മളെ മിനിസ്റ്റർ അയാളുടെ മകളുടെ പ്രഗ്നൻസി ഇങ്ങനെ ആഘോഷാക്കിയിട്ട് സന്തോഷത്തിലിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഇപ്പുറം ഭയങ്കര സങ്കടത്തിലാണ് ഉണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അകന്റെ ഫ്രണ്ട് വന്നിട്ട് ഫേക്ക് കല്യാണൊക്കെ കഴിച്ചാലും ഈ കാര്യമൊക്കെ നടന്നില്ലെന്ന് ചോദിച്ചിട്ട് അവൻ വന്നിട്ട് ഇവനെ കളിയാക്കുമ്പോ അവൻ പറയും ഇല്ലടാ അത് എന്റെ കുട്ടിയല്ല, അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയ പാരിയിലുണ്ടായ കുട്ടിയാണെന്ന്. അത് കേട്ടതും ഇവന്റെ ഫ്രണ്ട് ഷോക്ക് ആയിട്ട് ഇവനെ ഒരു അറപ്പ് പോലെ കണ്ടിട്ട് നിനക്ക് പ്രാന്തുണ്ടോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിട്ട് ഇവന്റെ മേലെ കാർക്കിച്ച് തുപ്പിയിട്ട് അവൻ അവിടുന്ന് പോകും. പാവം നമ്മുടെ ഹീറോ ഇങ്ങനെയുള്ള എല്ലാ അപമാനവും അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സഹിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ സമയമൊക്കെ കഴിഞ്ഞു പോയി. അവസാനം നമ്മുടെ ഹീറോയിന്റെ പ്രഗ്നൻസി ടൈം ആയിരുന്നു. അവൾക്ക് പ്രഗ്നൻസി പെയിൻ ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹീറോയിന്റെ കൂടെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് നമ്മുടെ ഹീറോയിനെയാണ് നിർത്തിയത്. അങ്ങനെ ഇവന്റെ ലേബർ റൂമിനുള്ളിലേക്ക് കൊണ്ടുപോയതും ഇവന് അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊരുള് ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് പറയും പോകലാകെ, നീ എന്റെ കൂടെ
ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ അടുത്ത് തന്നെ നിർത്തും. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹീറോയിന് നല്ലൊരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആവാണ്. നമ്മുടെ മിനിസ്റ്റർ അയാളുടെ പേരക്കുട്ടീനെ തലയിൽ വെച്ചിട്ട് ഭയങ്കര ഉത്സവം പോലെ കൊണ്ടാടുകയാണ്. അതിനിടയിൽ നമ്മുടെ ഹീറോയിന്റെ കുട്ടിക്ക് പേര് വെക്കുന്ന ഒരു ചടങ്ങ് അവരുടെ വീട്ടിൽ ഒരു ആഘോഷാക്കിയിട്ട് കഴിക്കുന്ന സീന കാണിക്കുന്നു. ആ ഫംഗ്ഷന്റെ ഇടയിൽ ഇവളുടെ കുട്ടി ഇങ്ങനെ വല്ലാണ്ട് കരയുന്നതുണ്ടായിട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണ് പോയിട്ട് ആ കുട്ടീനെ സമാധാനിപ്പിച്ച് അതിന്റെ കരച്ചിലൊക്കെ മാറ്റുന്നത്. എന്നിട്ട് ആ കുട്ടീനോട് പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ നിന്റെ അമ്മ കരഞ്ഞപ്പോ അവളുടെ കരച്ചിൽ മാറ്റിയത് ഞാനാ, ഇപ്പൊ നിന്റെ കരച്ചിലും മാറ്റുന്നത് ഞാനാ. പക്ഷെ അവള് എന്നെ വിട്ടിട്ട് ഫോറിലേക്ക് പോവുകയാണ്. നീയും അവളെ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മറക്കും, പക്ഷെ നീ എന്നെ മറക്കോ എന്നൊക്കെ ഇമോഷണൽ ആയിട്ട് ഇവനോട് ചോദിക്കുന്നതൊക്കെ നമ്മുടെ ഹീറോയിൻ അവരറിയാണ്ട് കാണുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അഗന്റെ ഫ്രണ്ടിന് സഹിക്കാൻ പറ്റാണ്ട് അവന് കൊരുളിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയും. നീ എന്താ അവനെ ഇപ്പോഴും ജോക്കർ ആയിട്ടാണോ കാണുന്നത്? അവന് അവന്റെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും പുറത്തെടുത്തിട്ട് നിന്നോടുള്ള റിയൽ ലവ് പറയാൻ വന്നപ്പോ നീ അവന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യാണ് ചെയ്തേ. ഇപ്പൊ എന്നിട്ട് അവൻ എനിക്ക് വേണ്ടിട്ട് തന്നെ ഒരു കോമാളിന്റെ വേഷം കെട്ടി ആടുകയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫ്രണ്ട് ആ കൊരുളിനോട് പറഞ്ഞു കൊടുക്കും. നാളെ നീ ആ കുട്ടീനെ എടുത്തിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് പാരീന്റെ കൂടെ ഫോറിനിലേക്ക് പോയിട്ട് നിന്റെ ലൈഫ് അവിടെ സെറ്റിൽഡ് ആവും. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ഇവന്റെ ജീവിതം എങ്ങനെയാണെന്ന് നീ ഒരു വട്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് എല്ലാ സത്യവും മനസ്സിലാവുന്നത്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇവർക്ക് ഫോറിനിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാം തയ്യാറായിട്ടുണ്ടാവും കേട്ടോ. ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ പോകുന്ന വഴിയില് നമ്മുടെ ഹീറോയിൻ അവനോട് ഇങ്ങനെ ചോദിക്കും, എന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് നീ നിന്റെ ലൈഫ് തന്നെ കളഞ്ഞൂന്ന്. ഇത് കേൾക്കുമ്പോ ഹീറോയ്ക്ക് മനസ്സിലാവും അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിന്ന്. അത് കേട്ടിട്ട് ഹീറോ പറയും, നീ ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് ചിന്തിക്കണ്ട, നീ പോയിട്ട് അവിടെ സെറ്റിൽഡ് ആവാൻ നോക്കുന്നു. എന്നാൽ ഇവള് ചോദിക്കും, അപ്പൊ നിന്റെ ലൈഫ് എന്താ? നിന്റെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ചിന്തയും നിനക്കില്ലേ? നിനക്കൊരു ലൈഫ് സെറ്റിൽ ആവാണ്ട് ഞാൻ ഒരിക്കലും ഫോറിലേക്ക് പോവില്ല എന്ന് ഇവള് വാശി പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കും അപ്പൊ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അവൻ പറയും, ഞാനും ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പൊട്ടി ഇത്രയും ദിവസം അവന്റെ ഉള്ളിലുണ്ടായ എല്ലാ സങ്കടവും പുറത്തെടുത്തിട്ട് കരയോ. ഇതിന്റെ മുന്നേ സ്കൂളിലും കോളേജിലും ഉണ്ടായ ലവ് ഒക്കെ എന്നെ വിട്ടുപോയപ്പോ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല, എന്നാൽ നീ എന്നെ വിട്ടുപോയപ്പോ എന്റെ ലൈഫിൽ ഇനി ഒന്നുമില്ല എന്നൊക്കെയാ എനിക്ക് തോന്നുന്നതെന്ന് അഗൻ പറയുമ്പോ കൊരുള് പറയും, ഫസ്റ്റ് നീ എന്നെ വിട്ടുപോയപ്പോ എനിക്ക് സഹിക്കാനായില്ല, പിന്നെ ഞാൻ നിന്നെ റിജക്ട് ചെയ്തപ്പോ അത് നിനക്കും. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരിക്കലും നമുക്ക് ഒന്നാവാൻ കഴിയില്ല. എന്നാലും നിന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാണ്ട് നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്ന് പറയും. അതും അല്ലാണ്ട് പറയും, നല്ല ജീവിതമാണെ രണ്ടാൾക്കും നല്ല ജീവിതം വേണം, അല്ലെങ്കിൽ രണ്ടാളുടെ ജീവിതവും തൊലഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ തന്നെ നമ്മുടെ കൊരുള് അഗന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാണ്. ഇതിനിടയിൽ ഇവർ രണ്ടുപേർക്കും നടന്ന ആ ഫേക്ക് മാരേജ് ഉണ്ടല്ലോ, അതിന് ഡിവോഴ്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ കൊരുള് അഗന് വേണ്ടിയിട്ടുള്ള പെണ്ണിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ്. എന്നാല് ഒന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു കൊണ്ടുപോയിരിക്കുമ്പോഴാണ് അഗന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് അവനെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ആക്ച്വലി ഇത് അഗന് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. കൊരുള് ഫോറിനിലേക്ക് പോകാൻ വേണ്ടിട്ട് അഗന് ഓഫീസിൽ ഒരു പെൺകുട്ടിയെ വെച്ച് ഫേക്ക് നാടകം ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ കൊരുളിന്റെ അച്ഛന് ഇവര് ഡിവോഴ്സിന് കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയാണ്. അങ്ങനെ അയാളും അയാളുടെ മകളോട് അയാളെ കാണാൻ വരാൻ വേണ്ടിട്ട് പറയാണ്. എന്നാല് ഇന്നായിരുന്നു അവള് ഫോറിൽ പോകാനിരുന്നേ. എന്നാലും അവസാനമായിട്ട് അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോറിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവള് കുട്ടീനെ എടുത്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് പോവുക. അങ്ങനെ അവളെ കണ്ടതോ നിങ്ങളുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്തപ്പോ അങ്ങോട്ടേക്ക് അഗൻ വന്നിട്ട്, ഇതിന് നിങ്ങളുടെ മകളുമായിട്ട് ഒരു ബന്ധവുമില്ല, എനിക്കാണ് നിങ്ങളുടെ മകളെ ബോറടിച്ചതും അതുകൊണ്ട് ഞാൻ പുതിയത് ചൂസ് ചെയ്യാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞതും അയാള് അഗനെ അടിക്കുകയാണ്. അങ്ങനെ അടിക്കുമ്പോ ഹീറോന്റെ ഫ്രണ്ടും അമ്മയും വന്നിട്ട് ഇത് തടുക്കുക. അമ്മ എന്നിട്ട് എന്തിനാ എന്റെ മകനെ ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എല്ലാം നോക്കിയിട്ടാണ് നിന്റെ മകനെ എന്റെ മകൾക്ക് കല്യാണം ചെയ്തു കൊടുത്തത്, എന്നാല് എന്റെ മോളെ ബോറടിച്ചെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ വിട്ടിട്ട് പോവുക, ഇത് നിന്റെ വളർത്ത ദോഷമല്ലാണ്ട് വേറെ എന്താന്ന് ചോദിക്കുമ്പോ അഗന്റെ അമ്മ അത് കേട്ടപ്പോ തന്നെ ഫുള്ള് തളർന്നു പോവുകയാണ്. അടുത്ത സീനില് കൊരുളിന്റെ അടുത്തേക്ക് അവളുടെ അച്ഛൻ വന്നിട്ട് പറയും, ഇനി നിന്റെ ലൈഫിൽ അഗനില്ല, ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ജാതിയിൽ തന്നെയുള്ള ഒരാളെ കല്യാണം കഴിക്കാന്ന്. അത് കേട്ടതും അവള് ആദ്യം മുതൽ തന്നെ നടന്ന സംഭവങ്ങളൊക്കെ അവളുടെ അച്ഛനോട് പറയാണ്. ഇത് കേട്ടിട്ട് അയാള് ഫുള്ള് ഷോക്കായിട്ട് ഈ കുട്ടി അപ്പോ നമ്മുടെ ജാതിയിലില്ല എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി അയാളുടെ വണ്ടി എടുത്ത് കുട്ടീനെ കൂട്ടിയിട്ട് പോവുക. കൂടെ പാരീനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയും അയാൾ പറഞ്ഞയക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊരുള് പെട്ടെന്ന് തന്നെ അഗനോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞതും ഫസ്റ്റ് അഗന് പാരീന്റെ ജീവൻ പോയിട്ട് രക്ഷിക്കുക, അവസാനം ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവുക. എന്നാല് മിനിസ്റ്റർ ആ കുട്ടീനെ സ്വന്തം മകളുടെ കുട്ടിയാണെന്ന് പോലും നോക്കാൻ
നോക്കാതെ ജാതിന്റെ മാത്രം പേരിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൺ എടുത്തിട്ട് ആ കുട്ടീനെ ഷൂട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് മിനിസ്റ്റർക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അയാള് അവിടെ ബോധം കെട്ടിട്ട് അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനില് നമ്മുടെ മിനിസ്റ്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അയാള് ഡോക്ടർ വന്നപ്പോ ഡോക്ടറിനോട് പറയും തന്റെ ജീവൻ രക്ഷിച്ചതിൽ നന്ദിയൊക്കെ പറയുമ്പോ ഡോക്ടർ തിരിച്ചു പറയും നന്ദി നിങ്ങളുടെ പേരക്കുട്ടിക്ക് കൊടുക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കുട്ടിയാണോ ഇയാൾ കൊല്ലാൻ നോക്കിയത് ആ കുട്ടി തന്നെയാണ് ഇയാളുടെ ജീവൻ രക്ഷിച്ചതോ. എങ്ങനെയാ ഈ കുട്ടി ജീവൻ രക്ഷിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇയാൾ വീണതും ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഹൈവേയിലേക്ക് വന്നു. അങ്ങനെ കുട്ടി കരഞ്ഞു വന്നിട്ട് അവിടെ ഉണ്ടായ ജനങ്ങളൊക്കെ വേഗം വന്നിട്ട് ഇയാളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതായിരുന്നു. ഇതിലൂടെ അയാളുടെ ഉള്ളിലുണ്ടായ ജാതി മതം എന്ന എല്ലാ വേണ്ടാത്ത ചിന്തകളും പോയി അയാള് കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് അവന്റെ ആ കുട്ടീനെ എടുത്തിട്ടുണ്ടാവും ട്ടോ. എന്നിട്ട് പറയും ഇങ്ങോട്ട് നോക്ക് നിങ്ങളെ മോളെ കുട്ടിയാണിത്, ദയവ് ചെയ്തിട്ട് ജാതി മതം എന്ന് പറഞ്ഞ് അവരെ പിരിക്കരുത്, അവര് സന്തോഷത്തിൽ ജീവിക്കാൻ വിട്ടുകൊടുക്ക്. ഇനി നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊല്ലാണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് സ്വയം ജീവൻ ഒടുക്കിക്കോന്ന് അങ്ങനെ ഈ മിനിസ്റ്ററിന് അഡ്വൈസ് കൊടുക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾ തെറ്റ് ചെയ്തത് മനസ്സിലാക്കി നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് അപ്പോഴേ നിങ്ങൾക്ക് മാപ്പും കിട്ടിയിട്ടുണ്ട്. എന്നാല് നിങ്ങളെ അനിയത്തിയെ കൊന്ന കാര്യത്തില് നിങ്ങൾ ശിക്ഷ അനുഭവിച്ച് തന്നെ ആവണം. അതുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ സറണ്ടർ ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. നമ്മുടെ മിനിസ്റ്ററും അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം താൻ ചെയ്ത കൊലപാതകത്തിന് പോയിട്ട് സറണ്ടർ ആവുകയാണ്. അങ്ങനെ നമ്മുടെ പടത്തിന്റെ അവസാനം പോസ്റ്റ് ക്രെഡിറ്റ് സീനില് ഹീറോന്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയില്ലേ, ഹീറോ ഫസ്റ്റ് നമ്മുടെ ഹീറോയിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായേ, അവള് റിയൽ ആയിട്ട് വന്നിട്ട് നമ്മുടെ അഗനെ പ്രൊപ്പോസ് ചെയ്യുന്നതാണ്. ഹീറോ അത് ആക്സെപ്റ്റും ചെയ്യുക. അങ്ങനെ കൊരുൾ ആഗ്രഹിച്ചതുപോലെ തന്നെ രണ്ടാളുടെ ലൈഫും സെറ്റിൽഡ് ആയി എന്നൊരു സീനോടെ നമ്മുടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ സിനിമക്ക് ഞാൻ കൊടുത്ത വോയിസ് ഓവർ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അതുമാത്രമല്ല നമ്മുടെ ചാനലായ സിനിമ സ്റ്റോറി ഹബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.